ഞാനടക്കം അയാൾക്ക് വോട്ട് ചെയ്ത ആളാണ്. പക്ക ഡീസന്റ് ആണ്. അതൊക്കെ ടീച്ചർ. അപ്പൊ നമ്മൾ നിൽക്കുന്നത് പാലക്കാട് മണ്ഡലം. അപ്പൊ പാലക്കാട് ജനങ്ങളെ വ്യക്തിപരമായ അഭിപ്രായം, അത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ പലതരത്തിലും രാഷ്ട്രീയമായിട്ട് കരിവരുത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാധ്യമ വിചാരം കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ ആ സമയത്ത് ഈ നാളുള്ള ആൾക്കാർ വ്യക്തിപരമായ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം വന്നേ നമ്മളോട് നമുക്ക് നോക്കാം. രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം നമ്മൾ തീരുമാനിക്കുന്നത്. അത് അയാളുടെ ധാർമ്മികത അനുസരിച്ച് ആള് തീരുമാനിച്ചോട്ടെ. ഇതിപ്പോ ഞാൻ പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം കുറ്റം പറയാൻ ഇവിടെ ആരോ ഉള്ളത്. തെറ്റ് ഇവർ കല്ലെറിയട്ടെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മള് ആരെയും കല്ലെറിയാൻ നമ്മളില്ല. അതെ, ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്താൽ എന്റെ ധാർമ്മിക അനുസരിച്ച് പെരുമാറുക. അതെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കല്ലെറിയുന്ന ആ ടീമിലില്ലേ, അതിൽ എല്ലാരും നല്ല പുണ്യാളന്മാരാണോ അങ്ങനെ പറയാൻ പറ്റത്തില്ല അല്ലേ? ഒരു ശതമാനം പറയാൻ പറ്റില്ല. അതെ, അതുകൊണ്ട് ഇതെല്ലാം വെറും ഷോയാണ്. ഇത് വെറും ഷോയാണ്. രാഷ്ട്രീയമായിട്ടുള്ള കൈവാരിത്തേക്കലാണെന്നാണ് ചേട്ടൻ പറഞ്ഞു വരുന്നത്. കരിവാരിത്തേക്കൽ നല്ല പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തെങ്കിൽ ആള് രാജിവെക്കുക. ആൾ രാജിവെച്ചാൽ മിടുക്കനായോണ്ട് രാജിവെച്ചു. അതേപോലെ മറ്റുള്ള പാർട്ടിക്കാർക്ക് ഇതേ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടല്ലോ. അതിന് മുന്നേ പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആള് രാജിവെച്ചിട്ടില്ല. ഇല്ല, രാജിവെച്ചിട്ടില്ല. കുറച്ച് വളരെ റയറായിട്ട് മാത്രമേ രാജിയിലേക്ക് അവന്മാരാണ് ഇപ്പൊ കല്ലറിയാം. അതെ, കല്ലറിയാൻ നിൽക്കുന്നത്. ഓക്കെ. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈ തെറ്റുകൾ ചെയ്ത ഒരു സ്ത്രീ ഒരു സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് പോലെ ഇതുവരെ കൊടുത്തിട്ടില്ല. ഇനി എങ്ങനെയാണ് അയാളെ ഒരു തെറ്റുകാരൻ എന്ന് പറയാ? അതെ, ഇത് അയാളെ ഇല്ലാതാക്കാൻ വേണ്ടിട്ട് ചെയ്ത ഒരു മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതിനൊരു തീരുമാനം എടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് വേറെ മാറ്റങ്ങളോ അല്ലെങ്കിൽ ഇല്ലല്ലോ. ഈ മണ്ഡലത്തിൽ വോട്ട് ചെയ്ത ഒരാൾ തന്നെയാണ്. ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ് ഈ പാലക്കാട് നിർത്തുകയാണെങ്കിൽ ഇനി അദ്ദേഹം തന്നെ ജയിപ്പിക്കുള്ളൂ ഞങ്ങൾ. ഈ ഒരു കാലഘട്ടത്തിലെ അവസ്ഥ, രാഷ്ട്രീയ അവസ്ഥ, കോൺഗ്രസ് അതിജീവിച്ചു കൊണ്ടുവരുന്ന ഒരു കാലമാണ്. അപ്പൊ അത് ഈ നേതാക്കന്മാരൊക്കെ മനസ്സിലാക്കണം എന്താ രാജ്യത്തിന്റെ അവസ്ഥ. അപ്പൊ ഇങ്ങനെ ഒരു ഏകാധിപത്യമായ ഒരു തീരുമാനം സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് മാത്രം ബലികൽപ്പിച്ചുകൊണ്ട് ഈ കോൺഗ്രസ് എന്ന രാഷ്ട്രീയത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൽ നിന്നുകൊണ്ട് ഇവിടെ വോട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്, പാവപ്പെട്ടവനും പണക്കാരനും മിഡിൽ ക്ലാസ് ഉള്ളവരൊക്കെ. അവരുടെയൊക്കെ ചിന്തയ്ക്ക് അപ്പുറമല്ല ഇയാൾ ചെയ്തത്. തെറ്റല്ലേ? തെറ്റാണ് അല്ലേ? തെറ്റാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ള ആരോപണം എന്ന് പറയുമ്പോ തെറ്റിലേക്ക് വഴി ആയത് കൊണ്ടാണല്ലോ ആരോപണം വരുന്നത്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് എന്നെയും പറയാലോ ഈ സമൂഹത്തില്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒന്ന് വൃത്തിയായിട്ട് ഒരു ശുദ്ധീകരണം ചെയ്തിട്ട് വീണ്ടും വരിക. രണ്ട് തെരഞ്ഞെടുപ്പ് കൂടെ വരാൻ പോവാണ്. വീണ്ടും തെരഞ്ഞെടുപ്പ് കൂടെ വരണം എന്നാണ് ചേട്ടൻ പറയുന്നത് അല്ലെ? ശുദ്ധീകരണം നടത്തേണ്ട ആവശ്യമില്ല. ഇനി തെരഞ്ഞെടുപ്പ് എന്തായാലും വരില്ലല്ലോ. ഇനി വരില്ലല്ലോ. കാരണം ഒരു 6 മാസം ടൈം, 6 മാസമല്ലേ ഉള്ളൂ. നിങ്ങളുടെ എന്തും പണമൊക്കെ പോകും. അതുണ്ടാവില്ല എന്തായാലും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും ഇപ്പൊ നിയമസഭയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. അപ്പൊ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടുകൊണ്ട് ഈ നേതാക്കന്മാരും പൊതുജനങ്ങളും എല്ലാവരും ഇതിനെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നമ്മുടെ രാജ്യം നല്ലപോലെ മുന്നോട്ട് പോകട്ടെ. ജയിക്കുന്നത് കുറ്റം തെളിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴും ആരോപണങ്ങൾ മാത്രമാണ് അല്ലേ? അതുകൊണ്ട് ആ ഒരു മണ്ഡലത്തിലുള്ള ഒരാൾ നിലയ്ക്ക് ഇപ്പോഴും ആള് കണ്ടിന്യൂ ചെയ്തോണ്ടിരുന്നെന്ന് പറയുന്നത് അല്ലെ? കുറ്റം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഭവിച്ചു ഇപ്പൊ അതിന് ആവശ്യമില്ലെന്നാണ് പറയുന്നത് അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ. ചെയ്തിട്ടുണ്ടെങ്കിൽ രാജിവെക്കുക തന്നെ വേണം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക തന്നെ വേണം. ഓക്കെ. അതായത് അധ്യക്ഷ സ്ഥാനം മാത്രം രാജിവെച്ചാൽ പോരെന്നാണ് പറയുന്നത്. ഇല്ല, രാജിവെക്കണം. MLA സ്ഥാനം കൂടെ രാജിവെക്കണം. അവരിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ പൊതു സാധാരണക്കാർക്ക് ഒരു ഇതില്ലാണ്ടായി പോയി. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ തെറ്റ് ചെയ്യില്ല എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. സപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടെ അയാൾക്ക് പാർട്ടിയിൽ നിന്ന് ഒരു സ്ഥാനം കൊടുക്കാൻ പാടില്ല. പാർട്ടിയിൽ നിന്നുള്ള ഒരു സ്ഥാനം കൊടുക്കാൻ പാടില്ല. മറ്റുള്ള പാർട്ടിക്കാർക്ക് ഇതൊരു പാഠമായി ഇരിക്കാൻ വേണ്ടിട്ട്. അതേമാതിരി ഇവിടെ നിന്ന് ജയിച്ച വ്യക്തിയാണ് ഈ പറഞ്ഞ ഞാനടക്കം അയാൾക്ക് വോട്ട് ചെയ്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് അയാൾ നല്ലൊരു മനുഷ്യൻ. ഷാഫി പറമ്പിലെ കെയർ ഓഫില് നമ്മൾ അയാൾക്ക് വോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് പാടെ നീക്കം ചെയ്യണം അയാളെ. ഷാഫി പറമ്പിൽ ഇപ്പോഴും മൗനമാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് മൗനമാണ്. സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്തായാലും സത്യാവസ്ഥ പുറത്തു വരട്ടെ അല്ലേ? അപ്പൊ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ആ സ്ത്രീനെ തന്നെ കല്യാണം കഴിക്കട്ടെ. അതെ തന്നെ, അങ്ങനെ ഒരു അഭിപ്രായം കൂടെ ഉണ്ട് അല്ലേ? കാരണം ഒരു സ്ത്രീന്റെ ഒരു ഭാവി നഷ്ടപ്പെടുത്താൻ പാടില്ല. അത്രേ ഉള്ളൂ. അഭിപ്രായം രാജിവെക്കണം എന്നാണ് അഭിപ്രായം. അത്
അതാണ് എന്റെ അഭിപ്രായം. കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല, ഇതിനെ വേണമെന്നാണ് ചേച്ചി പറയുന്നത്? അതോ തെളിയിച്ചിട്ടില്ല എങ്കിലും എങ്കിലും പറയാണ് ആള് രാജിവെക്കണം എന്നാണ് ചേച്ചിയുടെ അഭിപ്രായം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ഇത്ര എന്താണ് അഭിപ്രായം ചോദിച്ചത് 90% ആൾക്കാരും പറഞ്ഞേക്കെന്ന് വെച്ചാൽ ആള് കുറ്റം തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ആൾ ശിക്ഷിക്കപ്പെട്ടെന്നുള്ള. ഈ പറയുന്ന മാധ്യമ വിചാരണ അല്ലെങ്കിൽ പരസ്പരമുള്ള കരുവാരത്തേക്കോ ഒന്നും കണക്കിലാക്കേണ്ടതില്ല. ആള് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അതിന് തീരുമാനം എടുക്കട്ടെ എന്നുള്ളതാണ്. പിന്നെ കുറെ പേര് വേണ്ട ആളെ ധാർമ്മികത എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നമ്മൾ സ്ത്രീകളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ ആദ്യം ഉത്തരം പറയാൻ തയ്യാറല്ല, കൂടുതലും പുരുഷന്മാരാണ് പറഞ്ഞത്. എന്നേക്കാൾ മൊത്തത്തിലുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ആള് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട മാത്രം അതിനുള്ള ഒരു നടപടി എടുക്കട്ടെ എന്നാണ് പാലക്കാടുള്ള ജനങ്ങൾ പറയുന്നത്. ഓക്കെ.